ഹേ ഗൈസ്, ഇപ്പൊ എവിടെ നോക്കിയാലും മസ്കാബൺ ഇറാനി ചായ്, മസ്കാബൺ ഇറാനി ചായ്. ഇതിന് മാത്രം പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്നും അറിയണ്ടേ? ലെറ്റ്സ് മേക്കിംഗ് മസ്കാബൺ ആൻഡ് ഇറാനി ചായ്. ആദ്യം നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് കാണുമ്പോൾ ഒന്നാകെ കമഴ്ത്താൻ നിൽക്കരുത്, ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഒരുപാട് മധുരം നമ്മുടെ മസ്കാബണ്ണിന് ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. അടുത്ത് നമുക്ക് ഒരു 3 ഡ്രോപ്സ് വെനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാൻ പിന്നെ നമ്മൾ പണ്ടേ മിടുക്കന്മാരായതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെന്നെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല മിനി ബെന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബെന്നെടുക്കാം. നമ്മളിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വേസ്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ മിനി ബെന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബെണ്ണിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ടൊന്നും നല്ല തേച്ചങ്ങ് പിടിപ്പിക്കാത്ത ഇതിൽ കാണുന്നത് പോലെ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മസ്കാബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോലെ നമുക്കിവിടെ ഇറാനി ചായ കൂടി ഉണ്ടാക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി എന്ന് പറയുന്നത് ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്ക, ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ. അതിലോട്ട് നമുക്കിനി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി കൊണ്ട് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സെങ്കിലും നമ്മൾ തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ചായക്ക് കുറച്ച് പാൽ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള പാൽ ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മസാല ടീ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ പൊടിയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിലോട്ട് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇറാനി ചായ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലിരിക്കുന്ന ബൺമസ്ക് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് വിത്ത് ഇറാനി ചായ. അതെ, സംഭവനാക്കുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ. ഒരു സുഗന്ധമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാലും സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാലും ഒക്കെ ബൺമസ്ക ഇറാനി ചായ. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം നിങ്ങൾ ഇതില് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. എങ്ങനെയുണ്ട്? മാത്രം കണ്ടോ? കോംബോ സെറ്റാ.